അജയേട്ടാ, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. ഞാൻ കാരണമാണോ അജയന്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത്? ഞാൻ അജയനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ചേട്ടനെ കാണണം. രേണു ചായ എടുത്തേ. രേണു ചായ എവിടെ? എഴുന്നേറ്റ് വന്ന് ഇവിടെ ഇരിക്കുവാണോടി? നിനക്ക് സ്കൂളിൽ പോണ്ടേ? ഇങ്ങോട്ട് വാ, വാ ഇങ്ങോട്ട് വരാന്. എടി നീ എന്തായി കാണിക്കുന്നേ? അങ്ങനെ ഒറ്റണം കിട്ടോ? ഓ, നിങ്ങളിപ്പോ എന്നെ അടിക്കുവല്ലേ? വേറെ ഒരുത്തി കിട്ടിയപ്പോ നിങ്ങൾക്ക് എന്നെ എന്റെ മോളെ വേണ്ടായല്ലോ. നീ വായ തോന്നി വിളിച്ചു പറയരുത്. അവിടെ എന്നെ കൂടെ മോളല്ലേ? അപ്പൊ എന്നോട് സ്നേഹമില്ല അല്ലേ? ശമ്പളം കൊടുക്കാതെ നിങ്ങൾക്ക് ഒരു വേലക്കാരിയെ വേണം. അത് മാത്രമാ ഞാനിവിടെ. നിങ്ങൾക്ക് സ്നേഹിക്കാൻ കാമുകയുണ്ടല്ലോ. കൊച്ചിനെ മുന്നിൽ അനാവശ്യം പറയരുത്. നിങ്ങൾക്ക് കാണിക്കാം. ഞാൻ പറയുന്നതാണോ കുഴപ്പം? മോളോട് അറിയട്ടെ അച്ഛന്റെ മഹത്വം. നാണമില്ല നിങ്ങൾക്ക് ഇങ്ങനെ നടക്കാൻ. നീ കൂടുതൽ മഹത്വം ഒന്നും പറയാൻ നിൽക്കണ്ട. വീട്ടു ജോലി ചെയ്യാനല്ല നിനക്ക് വേറെ എന്തിനു പറ്റൂടി? നിങ്ങൾ ഇതല്ല ഇതിനപ്പുറവും പറയുമെന്ന് എനിക്കറിയാം. നീ ദയവ് ചെയ്തൊന്ന് വായ അടച്ചൊന്ന് പോയി തരുമോ? അമ്മേ, വാ ഇങ്ങോട്ട്. എടി നീ ഒന്ന് പാർക്കിലേക്ക് പോവാ, എനിക്കൊന്ന് കാണണം. എവിടെ ഇത്ര അത്യാവശ്യമായിട്ട് പോകുന്നത്? എനിക്കറിയാം, നിങ്ങൾ അവിടെ കാണാനല്ലേ പോന്നേ. എന്റെ പൊന്നു രേണു, ഞാനത് ജോഗിങ്ങിന് പോവാണ്. നിനക്ക് ഞാൻ എന്ത് ചെയ്താലും സംശയിക്കുന്നത് എനിക്കറിയാം. ഞാൻ നിന്റെ ഭർത്താവാണ്. ആ ഒരു ബഹുമാനം എനിക്കിതാ. ഇങ്ങനെ എല്ലാ കാര്യത്തിലും കരുതി ഇടപെടാൻ നിൽക്കല്ലേ? എത്ര നേരമായോ? ഞാൻ കാരണം ഒരുപാട് പ്രശ്നമായില്ലേ? രേണു എന്നെ വിളിച്ച് കുറെ കരഞ്ഞു, വഴക്കും പറഞ്ഞു. എടി നീ അത് കാര്യമാക്കണ്ട. അവൾക്കൊരു ബോധവുമില്ല. നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ടത് അജയന് ഭാര്യയും കുട്ടികളും ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ്. അജയന് വലുത് അവരൊക്കെ തന്നെയാണ്. നിങ്ങളുടെ ലൈഫ് ഇല്ലാതാക്കണമെന്ന് എനിക്കില്ല. എടി നിന്നെ കണ്ടുമുട്ടിയ പിന്നെയാണ് ഞാൻ ഇത്രയും ഹാപ്പി ആയത്. അതുവരെ ഒരുമാതിരി മനസ്സ് മരവിച്ച ജീവിതമായിരുന്നു. എടി എൻ്റെ ഭാര്യ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ നീയാണ് എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ കാരണം ഇത്രയും പ്രശ്നങ്ങളുണ്ടായില്ലേ? ഇനി നമ്മൾ സ്നേഹിച്ച ഒരിക്കലും ഒന്നിക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞിട്ട് ഇനി ഇത് കണ്ടിന്യൂ ചെയ്യണം. എനിക്ക് നിന്നെ വേണം. ആര് പറഞ്ഞു നമുക്ക് ഒന്നിക്കാൻ പറ്റില്ല എന്നുള്ളത്? എനിക്ക് നിൻ്റെ സമ്മതം മാത്രം മതി, നമുക്ക് ഒന്നിക്കാൻ പറ്റും. എനിക്ക് അജയറിൻ്റെ കൂടെ ജീവിക്കണമെന്നുണ്ട്. പക്ഷെ ഒരുപാട് കടങ്ങളുണ്ട്. അതെല്ലാം തീർക്കാൻ ഞാൻ വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. എടി നിൻ്റെ കടന്ന് പറയുമ്പോൾ അത് എൻ്റെയും കൂടിയല്ലേ? അത് നമുക്ക് ഒരുമിച്ച് തീർക്കാം. എന്നിട്ട് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാമല്ലോ. ഇനി നമുക്ക് ഇങ്ങനെ കണ്ടാൽ മതി. അതാകുമ്പോൾ എനിക്ക് അജയറിനെ നേരിട്ട് കാണാമല്ലോ. പിന്നെ 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 എനിക്ക് അജയറിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാമല്ലോ. എടി എൻ്റെ കല്യാണം കഴിയുന്നതിന് മുമ്പേ നിന്നെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ആ മാരണത്തെ കെട്ടേണ്ട അവസ്ഥ എനിക്ക് വരില്ലായിരുന്നു. പിന്നെ എൻ്റെ മോൾ ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ സഹിക്കുന്നത്. എനിക്ക് രഞ്ജുമോളെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ചോക്ലേറ്റ് തന്നു വിടാം. കൊടുക്കണേ. ആൻറ്റി തന്നാന്ന് പറഞ്ഞാൽ മതി. അയ്യോ എടി സമയം, ഇന്ന് ഓഫീസിൽ ഓടിയിട്ടുള്ളതാണ്. വൈകുന്നേരം ഫ്രീ ആണെങ്കിൽ കാണാം. ഇവിടെ അജയ് എപ്പോഴും ഫോണിലാണല്ലോ. എന്താ ചെയ്യണേ? ഞാനേ ബിനോമയിൽ ട്രേഡിംഗ് ചെയ്യാണ്. ബിനോമയോ? അതെന്താ? എടോ, തനിക്ക് ഇന്ന് ബിനോമ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും വളരെ ട്രസ്റ്റഡ് ആയിട്ട് ട്രേഡിംഗ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ബിനോമോ. നിങ്ങൾക്ക് പ്രതിദിനം ബിനാമോയിലൂടെ 1000 രൂപ വരെ സമ്പാദിക്കാം. 1000 രൂപ മാത്രമല്ല, അതിൽ കൂടുതലോ അതിനേക്കാളും. ഇത് കൊള്ളാലോ.
കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞേ. ബിനോമോയിലെ ഓരോ ട്രാൻസാക്ഷനിലും നിങ്ങൾക്ക് 90% ലാഭം ലഭിക്കും. അതിന്റെ ഏറ്റവും കുറഞ്ഞ നിക്ഷേപം 500 രൂപയാണ്. അതിലൂടെ നിങ്ങൾക്ക് 400 രൂപ അധികമായി ലഭിക്കും. അതിൽ 2000 രൂപ സമ്പാദിച്ചു കഴിഞ്ഞാൽ 1600 രൂപ നിങ്ങൾക്ക് ലഭിക്കും. ഇതിന്റെ നിക്ഷേപവും പിൻവലിക്കലും എങ്ങനെയാണ്? ഇതിലെ നിക്ഷേപവും പിൻവലിക്കലും വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഫോൺ പേ, പേടിഎം, UPI യൂസ് ചെയ്തുകൊണ്ട് പിൻവലിക്കാവുന്നതാണ്. പുതിയ ഉപഭോക്താക്കൾക്ക് ഇതിനൊരു വിദ്യാഭ്യാസ കേന്ദ്രം കൂടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ലിങ്ക് അയക്കടോ. ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വേഗം പോയിട്ട് ട്രേഡ് ചെയ്തോ. ഫ്രണ്ട്സ്, പോയി ട്രേഡിംഗ് നടത്തി ഒരുപാട് പണം സമ്പാദിക്കുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ബിനാമയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവള് തന്നു വിട്ടതായിരിക്കും അല്ലേ? നിങ്ങൾ മേലെ എന്റെ മോക്ക് ഒരു സാധനം വാങ്ങിച്ചു കൊടുത്തേക്കല്ലേ? അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഞാനുണ്ട് ഇവിടെ. നീ എന്നോടുള്ള ദേഷ്യം മോളോട് തീർക്കരുത് കേട്ടോ. നീ എന്തറിഞ്ഞിട്ടാണ്? നിനക്ക് സെൻസ് ഇല്ലേ? ഓ, സെൻസ് കൂടി പോയിട്ടായിരിക്കും നിങ്ങൾ വേറൊരുത്തയുടെ കൂടെ പോയത്. നിങ്ങളെ എനിക്ക് വെറുപ്പാണ്. നിങ്ങൾ ഇത്ര താഴുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നിങ്ങളെ അത്രയ്ക്ക് ഞാൻ സ്നേഹിച്ചിരുന്നു. എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഓഫീസിൽ പോകാൻ സമയം, പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കുക. നിങ്ങൾ എങ്ങനെ എന്നോട് ഇത്ര കൂളായിട്ട് സംസാരിക്കുന്നു? അവളുടെ വിഷമാ നിങ്ങളുടെ ഉള്ളില്. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല. ഇത് ജസ്റ്റ് ഫോർവേഡായിട്ടൊന്ന് ചിന്തിക്കുക. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. അല്ല, നീ ചിന്തിച്ച കൂട്ടുന്ന പോലെ ഒന്നുമില്ല. നീ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് എടുത്ത് നോക്ക്. അമ്മേ, അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നത്? അച്ഛൻ ഒരുപാട് വിഷമമുണ്ട്. അമ്മ അച്ഛനോട് സോറി പറയണം. മോള് റൂമിൽ പൊക്കോ. നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നിങ്ങളുടെ ഫോണിന്റെ പാസ്വേഡ് മാറ്റിയല്ലേ? അപ്പൊ നിങ്ങൾ എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട്. ഇത്രയായിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ? എന്റെ പൊന്നു രേണു, ഞാൻ നിന്നോട് പറഞ്ഞു ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് മാത്രമാണെന്ന്. ഇവിടെ അവൾക്കൊരു ആവശ്യം വന്നാൽ വേറെ ആരും ഇല്ല. പിന്നെ നീ ഈ ഫോൺ എടുത്ത് നോക്കാൻ തുടങ്ങിയ ശേഷം ഈ കണ്ട പ്രശ്നങ്ങളൊക്കെ ഈ വീട്ടിലുണ്ടായത്. നീ അനാവശ്യമായിട്ട് എന്റെ പ്രൈവസിയിൽ കൈ കടത്തല്ലേ? ഇപ്പൊ ഞാൻ കൈ കടത്തുന്നതാ പ്രശ്നം. നിങ്ങൾ പറയുന്നത് വിശ്വസിച്ചൊരു മണ്ടിയായിട്ട് ഞാൻ ഇവിടെ ഇരുന്നേനെ. ദൈവം എന്റെ കൂടെയാ. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോ. ഞാനും എന്റെ മോളും ഒരു തടസ്സവും ആവില്ല. എടോ, താനീ കരച്ചിലൊന്നും നിർത്ത്. ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല. അത് എന്നെ വിശ്വസിക്കേ. ഞാൻ ഈ പറയുന്നത് ഓർത്തു വെച്ചോ. നിങ്ങൾ ഈ പരിപാടി നിർത്തിയില്ലെങ്കിൽ എന്നെ ജീവനോടെ കാണില്ല. എന്തിനു മോളെ കരയുന്നേ? കരയാതെ കാര്യം പറ. അമ്മ പറഞ്ഞായിരുന്നു ശരി. ഏട്ടന് ഞാൻ ഇത്രയും ഫ്രീഡം കൊടുക്കരുതായിരുന്നു. അയാൾ എന്നെ പറ്റിക്കുമായിരുന്നു. അയാൾക്ക് വേറൊരു പെണ്ണുമായി ബന്ധമുണ്ട്. എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ? ഞാൻ അന്നേ എന്നോട് പറഞ്ഞതാ അവന്റെ വാക്കും കെട്ടി ഈ വീട്ടിൽ നിന്ന് നീ ഇറങ്ങി പോകരുതെന്ന്. ഞാൻ കരുതിയില്ല അയാൾ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന്. എന്തുവാണേലും ഇത്രയും വലിയൊരു മോളുള്ളതല്ലേ അയാൾക്ക്. അത് അയാൾ മറക്കുമെന്ന് ഞാൻ ഓർത്തില്ല. നീ അവളുടെ നമ്പർ ഇങ്ങ് തന്നെ, ഞാനൊന്ന് വിളിക്കട്ടെ. ഭാര്യയും കുഞ്ഞുമുള്ള ആണുങ്ങളെ അവൾക്ക് കിട്ടിയുള്ളൂന്ന് എനിക്കൊന്ന് അറിയണം. ഇനിയെങ്കിലും നീ അവനെ സൂക്ഷിച്ചില്ലെങ്കിൽ പിന്നെ അവനെ നിനക്ക് കിട്ടില്ല. അമ്മ ഇപ്പൊ അച്ഛനോട് ഇതൊന്നും പറയണ്ട. ഇല്ല മോളെ. പിന്നെ നീ ഒരു കാരണവശാലും അവനെ വിട്ടുകൊടുക്കരുത്. കുറച്ചൊക്കെ നീ ക്ഷമിക്കണം. അറിയാലോ, ഒരു മോളുള്ളതാ. അറിയാം. അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്. ശരി മോളെ. എടി, പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. നിന്റെ കടങ്ങളെല്ലാം വീട്ടാൻ പറ്റുന്ന അത്രയും പണം ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. നീ ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചൊരു ബുദ്ധിമുട്ടുണ്ടോ? ഇനി നമുക്ക് അടിച്ചുപൊളിച്ചൊന്നും ജീവിക്കാടി. പിന്നെ ഇന്ന് ഈവനിങ് നിന്നെ കാണാൻ പറ്റുമോ? ഫ്രീ ആണെങ്കിൽ പറയട്ടോ, ഞാൻ വരുന്നുണ്ട്. ഓക്കെ?
അമ്മയൊന്നും കഴിക്കുന്നില്ലേ? വേണ്ട മോളെ, മോള് വഴി. അമ്മ ഇന്നലെയും കഴിച്ചില്ലല്ലോ. ഞാൻ നിങ്ങളെ എത്ര തവണ വിളിച്ചു, ഒന്ന് തിരിച്ചു വിളിക്കാനുള്ള മര്യാദ പോലും നിങ്ങൾ കാണിച്ചില്ലല്ലോ. അപ്പൊ ഇതുവരെയായിട്ടും തീർന്നില്ലേ നിന്റെ പ്രശ്നം? ഇന്ന് ഞാൻ നല്ല തിരക്കിലായിരുന്നു, ഓഫീസിൽ ഓഡിറ്റിംഗ് ആയിരുന്നു. ഇതിലും വലിയ തിരക്കിൽ എന്നെ വിളിച്ചിട്ടുണ്ടല്ലോ. നീയേ എന്റെ വൈഫാണ്, ലവർ അല്ല. ഏത് നേരവും നിന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. ഒരു കാലത്ത് നിങ്ങൾക്ക് ഞാൻ ഒരു കാമുകിയായിരുന്നു, ഇപ്പൊ ഞാൻ വെറും ഒരു ഭാര്യ മാത്രം. എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റില്ല നിങ്ങളുടെ കൂടെ. എന്റെ പൊന്നു രേണു, നീ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടല്ലേ. എനിക്ക് കുറച്ച് സമാധാനം എന്താ, ഞാൻ ഓഫീസ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഞാനായിട്ട് നിങ്ങളുടെ സമാധാനം കളയുന്നില്ല. എനിക്ക് നിങ്ങളുടെ ഫോൺ കാണണം. എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. ആ വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഫോൺ കാണണം. നിങ്ങളും അവളും തമ്മിൽ ഒന്നുമില്ല എന്ന് എനിക്ക് ഉറപ്പ് വരണം. അപ്പൊ എന്റെ വാക്കിനോട് ഒരു വിലയില്ലേ? നിനക്ക് എന്നെ വിശ്വാസമില്ലടോ? ഇല്ല. രേണു 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 വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല. നീ രേണു പറയുന്നതൊക്കെ വെറുതെ പ്രശ്നം. നിങ്ങൾ ഇതുവരെ അവളെ വിട്ടില്ല അല്ലേ? നിങ്ങൾ ഇന്ന് മുഴുവൻ അവളുടെ കൂടെ ആയിരുന്നല്ലേ? നിങ്ങളൊരു ചതിയനാണ്. എനിക്ക് നിങ്ങളുടെ കൂടെ ഇനി ജീവിക്കാൻ പറ്റില്ല. ഒരു തരി ആത്മാർത്ഥതയും സ്നേഹവും തനിക്കില്ലടോ. ഇല്ല, എനിക്ക് നിന്നോട് ഒട്ടും താല്പര്യമില്ല. നീയേ വെറും ഒരു ബോറിംഗ് വൈഫാണ്. നമ്മൾ തമ്മിലൊന്ന് സ്നേഹിച്ചിട്ട് തന്നെ എത്രയായി നിനക്കറിയോ? എൻ്റെ അമ്മയുടെ ഒറ്റ നിർബന്ധം കൊണ്ട് മാത്രമാണടി നിന്നെ എൻ്റെ തലയിലേക്ക് ഞാൻ എടുത്തു വെച്ചത്. ഓടി. നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, എന്നെ പോലെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയെ നിങ്ങൾക്ക് ഇനി കിട്ടില്ല. ഹലോ മായ. അജി, ഞാനിപ്പോൾ കുറച്ച് ബിസിയാണ്, ഞാൻ പിന്നെ വിളിച്ചോളാം. ഡോ. എന്താ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. അതിനു മുന്നേ എനിക്ക് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വീട്ടിയിട്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. നീ വിഷമിക്കണ്ട, നിന്റെ കടം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെയും കടമല്ലേ, അത് നമുക്ക് തീർക്കാം. ഓക്കേടാ, എനിക്കറിയാം. ഐ ലവ് യു. Thank you.